ചെറിയ തോതിലാണെങ്കിലും ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച റിട്ടാലിയേറ്റ് ആക്ഷൻ മിഡിൽ ഈസ്റ്റിനെ സംഘർഷഭരിതമാക്കുകയും കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡിസസുകളെ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് അമേരിക്കൻ ടെക് ഇൻഡെക്സായ നാസ്ഡാക്ക് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നത്. നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം 2.05% ഇടിഞ്ഞ് 15,282 ക്ലോസിംഗ് നൽകി. S&P എന്ന ഇൻഡെക്സ് 0.88% ഇടിഞ്ഞിരുന്നു. നെറ്റ്ഫ്ലിക്സ്, എൻവിഡിയ, സൂപ്പർ കമ്പ്യൂട്ടർ തുടങ്ങിയ ടെക് സ്റ്റോക്കുകളിൽ വന്ന ഹെവി സെല്ലിംഗിന്റെ പശ്ചാത്തലത്തിലാണ് നാസ്ഡാക്ക് 2% ഇടിഞ്ഞത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ഉയർന്നതിനെ തുടർന്ന് ക്രൂഡിന്റെ വിലയിൽ വർധനവുണ്ടായി. ക്രൂഡിന്റെ വില $3 പെർ ബാരൽ എന്ന തോതിലാണ് വർദ്ധിച്ചത്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും മോണിറ്ററി പോളിസിയും കൂടാതെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറയ്ക്കാനുള്ള കാലതാമസം വൈകുമെന്ന് മാർക്കറ്റ് പൊതുവെ പ്രതീക്ഷിക്കുമ്പോൾ നാസ്ഡാക്ക് പോലുള്ള ടെക് ഇൻഡെക്സ് 2022 ഡിസംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും മോശം വീക്ക്ലി പെർഫോമൻസ് ആണ് ഈ ആഴ്ച കാഴ്ചവെച്ചത്. നാസ്ഡാക്ക് 5.5% ഇടിഞ്ഞു. നാസ്ഡാക്ക് 5.5% വീക്ക്ലി ഇടിഞ്ഞത് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ടെക് സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്തേക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിന്റെ പേര് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇറാഡ 1.35% ഇടിഞ്ഞ് 160 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 31.96, 52 വീക്ക് ഹൈ 214, 52 വീക്ക് ലോ 50. ഇറാഡ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 284 കോടിയിൽ നിന്നും 33% വർദ്ധിച്ച് 337 കോടിയിലേക്ക് ഉയർന്നു. കൂടാതെ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിലും ക്രെഡിറ്റ് ക്വാളിറ്റിയിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 3.21% നിന്നും 2.36% ഇടിയുകയും നെറ്റ് NPA 1.6% നിന്നും 0.9% ഇടിയുകയും ചെയ്തു. ഇറാഡ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി സെക്ടറിലെ റീറ്റെയിൽ ബിസിനസ് കേറ്റർ ചെയ്യുന്നതിനും എമർജിംഗ് പ്രോജക്റ്റുകളായ PM കുസും, റൂഫ് ടോപ്പ് സോളാർ തുടങ്ങിയ പ്രോജക്റ്റുകൾ അഡ്രസ് ചെയ്യുന്നതിനും കമ്പനി ഒരു പുതിയ സബ്സിഡറി കമ്പനി രൂപീകരിക്കാനുള്ള തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. ഇറാഡയുടെ ലോൺ ഡിസ്ബേഴ്സ്മെന്റിലും ഗണ്യമായ വർധനവ് കാണാൻ സാധിക്കും. ഇയർ ഓൺ ഇയറിൽ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് 26.71% ഉയർന്നു. 25,089 കോടിയിൽ നിന്നും ലോൺ ഡിസ്ബേഴ്സ്മെന്റ് 37,384 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇറാഡയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 35% വർദ്ധിച്ച് 356 കോടിയിൽ നിന്നും 481 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉയർന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ എക്സ്പെൻസും ഉയർന്നിട്ടുണ്ട്. 747 കോടിയിൽ നിന്നും 911 കോടിയിലേക്കാണ് എക്സ്പെൻസ് ഉയർന്നിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിക്ക് കീഴിലുള്ള മിനി രത്ന കാറ്റഗറിയിലെ ഒരു കമ്പനിയാണ് ഇറാഡ എന്ന കമ്പനി. ഇറാഡ എന്ന കമ്പനി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ടിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കുറഞ്ഞതാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ പരിശോധിച്ചാൽ 6.77% നിന്നും 5.80% ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇയർ ഓൺ ഇയറിൽ കുറഞ്ഞു. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ട് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട് കമ്പനി കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 30% ഉയരുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉയരുകയും ലോൺ ഡിസ്ബേഴ്സ്മെന്റ് 25% വർദ്ധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കമ്പനി അതിന്റെ ഫണ്ടമെന്റൽസും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അസറ്റ് ക്വാളിറ്റിയും ക്രെഡിറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആക്കുകയും നെറ്റ് NPAയും ഗ്രോസ് NPAയും കുറയ്ക്കുകയും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 6.7% നിന്നും 5.80% മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ഇറാഡയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ഇറാഡയെ സംബന്ധിക്കുന്ന മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റ്, കമ്പനി ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻസിംഗ് സർവീസ് നൽകുന്നതിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻസിംഗ് സർവീസ് നൽകുന്നതിന് വേണ്ടി ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തു എന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്. റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് കൂടാതെ ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റുകൾക്കും കമ്പനി ഇനി മുതൽ ഫിനാൻസിംഗ് സർവീസ് നൽകും. ഇതുമായി ബന്ധപ്പെട്ട് RBIയുടെ സൈഡിൽ നിന്നും 2024 ഫെബ്രുവരി മാസത്തിൽ കമ്പനിക്ക് ആവശ്യമായ റെഗുലേറ്ററി അപ്രൂവൽ ലഭിച്ചിരുന്നു. ഈ റെഗുലേറ്ററി അപ്രൂവൽ ലഭിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ഇറാഡ എന്ന കമ്പനി ആരംഭിച്ചത്. ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ വഴി കമ്പനിക്ക്
ഇന്ത്യയുടെ അംബീഷ്യസ് പ്രോജക്റ്റായ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രോജക്റ്റിലും വളരെ മികച്ച കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കും. 2030 5 മില്യൺ മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിൽ ഗ്രീൻ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യാനാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ ബോറോവിംഗ് സ്ട്രാറ്റജിയിലും കമ്പനി മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏകദേശം 24,200 കോടി രൂപയുടെ ബോറോവിംഗ് ഫണ്ടാണ് 2024-25 ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനി നീക്കിവച്ചിരിക്കുന്നത്. ഇതെല്ലാം വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇറാഡ എന്ന സ്റ്റോക്ക് 160-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 150, 145 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 167, 176, 180, ഈവൻ 200 പോലുള്ള ടാർഗറ്റുകൾ 145 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇറാഡ എന്ന സ്റ്റോക്കിൽ നിന്നും എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്